ഞാൻ സത്യം പറയാലോ, കെമിസ്ട്രിയുടെ എക്സാം നമ്മൾ MS സൊല്യൂഷൻ തൂക്കിയിട്ടുണ്ട്. ഇപ്പോൾ കറന്റ് നമുക്ക് 3 എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കെമിസ്ട്രിയുടെ എക്സാം ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇടാൻ ലേറ്റ് ആയതാണ്. അപ്പോൾ ഞാൻ സത്യം പറയാലോ, കെമിസ്ട്രിയുടെ എക്സാം നമ്മൾ MS സൊല്യൂഷൻ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് വേറൊരു ക്വസ്റ്റ്യൻ ഈ ഒരു പേപ്പറിൽ വന്നിട്ടില്ല എൻ്റെ അഭിപ്രായത്തിൽ. അപ്പോൾ നിങ്ങൾ MS സൊല്യൂഷൻ്റെ ക്ലാസ് കേട്ട ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ സത്യം പറയാമല്ലോ, വേറെ എല്ലാ പ്ലാറ്റ്ഫോമിലും നോക്കുമ്പോൾ MS സൊല്യൂഷനാണ് ഈ ഒരു പേപ്പർ നോക്കിയിട്ടുള്ളത്. 2 മണിക്കൂർ 3 മണിക്കൂറിന് ലൈവായിരുന്നു, രാത്രി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെയുള്ള ലൈവും ഉണ്ടായിരുന്നു, അതും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടിലും കൂടി ഈ MS സൊല്യൂഷനാണ് ഈ ഒരു ഫുൾ പേപ്പർ നോക്കിയിട്ടുള്ളത്. അപ്പോൾ SLCൻ്റെ ആരാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ ഇപ്പോൾ നമ്മളെ 3rd ചാപ്റ്ററിന് ഹാഫ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3rd ചാപ്റ്ററിന് ഏകദേശം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് 3rd ചാപ്റ്ററിന് ചോദിച്ചുള്ളൂ. പിന്നെ ഫസ്റ്റ് സെക്കൻഡ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്ന എക്സാം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിരിക്കും വിചാരിക്കുന്നു. ഈസി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത ഈസി തന്നെ, ഏകദേശം ഈസി തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്തായാലും കമൻറ്റ് ചെയ്യുക. അധികം ഹാർഡ് ആവാൻ ആയിരിക്കും ചാൻസ് ഇല്ല. MS സൊല്യൂഷൻ്റെ ലൈവ് കണ്ട ആർക്കും ഈ എക്സാം ടഫ് ആവില്ല, അത് ഉറപ്പാണ്. അപ്പോൾ ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ട്രിക്ക് വരെ MS സൊല്യൂഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ട ഈ സൈഡിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൈഡിൽ തന്നെ എഴുതി വെച്ചാണ്ട ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫുൾ ആൻസർ ചെയ്തിട്ടുള്ളത്. ഈ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ ആൻസർ ഇതിൻ്റെ ഫുൾ ആൻസർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് MS സൊല്യൂഷൻസ് പറഞ്ഞ അതേ ട്രിക്കാണ്. അത് അപ്പോൾ ഓർമ്മ വന്ന് അപ്പോൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല എക്സാം തന്നെയായിരുന്നു. പിന്നെ വരുമ്പോൾ പിന്നെ ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ വന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതും MS സൊല്യൂഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ടുള്ളത് പിന്നെ എസ്റ്ററിഫിക്കേഷൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പൈനാപ്പിൾ സ്മെല്ലിൻ്റെ ആണ് ചോദിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഈ ഏത് സ്മെല്ലാന്നാണ് ചോദിക്കുന്നത്, അത് പൈനാപ്പിൾ ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഫുൾ ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്നില്ല, നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ പിന്നെ കാർബൺ ആറ്റം ഇങ്ങനെ ഇതിൻ്റെ ഡീറ്റെയിൽ മാത്രം കൊടുത്തിട്ട് ഓർഗാനിക് കോമ്പൗണ്ട് വിത്ത് മീതോക്സി ഗ്രൂപ്പ് ഈസ് ഗ്രൂപ്പ് ആസ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഹാസ് 4 കാർബൺ ആറ്റംസ് അതിനെപ്പറ്റി പറഞ്ഞിട്ട് 3 ക്വസ്റ്റ്യൻസ് ABC ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് വായിച്ചൊക്കെ തരും. 18ാമത്തെ ക്വസ്റ്റ്യനാണ്, അതും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇത് രണ്ടും നമ്മളെ MS സൊല്യൂഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ MS സൊല്യൂഷൻ തന്നെ വേറെ ഒരു ക്ലാസ് ഞാൻ പറയുന്നില്ല, MS സൊല്യൂഷൻസ് തന്നെ. ബാക്കി ഒരു ക്ലാസ് ഞാൻ കേട്ടിട്ടില്ല, ചിലതൊക്കെ കുറച്ചൊന്ന് ഓടിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അധികം മനസ്സിലാകുന്നില്ലാത്തതുകൊണ്ടാണ് MS സൊല്യൂഷൻ്റെ കെമിസ്ട്രി ക്ലാസ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ കെമിസ്ട്രീൻ്റെ ക്ലാസ് എന്ന് വെച്ചാൽ MS സൊല്യൂഷൻ കേട്ടോ. നിങ്ങളിപ്പോൾ 9ാം ക്ലാസ്സിൽ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അടുത്ത 10th പോകുമ്പോൾ MS സൊല്യൂഷൻ്റെ ബാച്ചിലങ്ങ് ചേർന്നോ. ഞാനിപ്പോൾ ബാച്ചിലൊന്നും ഇല്ല, പക്ഷേ MS സൊല്യൂഷൻ്റെ ബാച്ച് ചേർന്നോ കിടിലം പോലെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഫുൾ A+ തന്നെ പബ്ലിക് എക്സാമിന് വാങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രയും കിടിലം ബാച്ചാണ്. അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക, നിങ്ങളെ എക്സാമിനെ പറ്റിയില്ല. അപ്പോൾ ഹിന്ദിയും പിന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു എക്സാം ആയിരുന്നു. ഹിന്ദിയും അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതും ഞാൻ MS സൊല്യൂഷൻസ് ആണ് കണ്ടത്. മലയാളം വന്നത് MS സൊല്യൂഷനാണ് കണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ 3 എക്സാം ഞാൻ MS സൊല്യൂഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ ശനി സോഷ്യൽ, മാത്സ്, ഇംഗ്ലീഷ്, ഫിസിക്സ്, ബയോളജി ഈ 5 എക്സാം ഇനി ഉള്ളത്. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ നിങ്ങളെന്തായാലും MS സൊല്യൂഷൻ നോക്കിക്കോ, ഞാനും നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇനി ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ സ്റ്റഡി വ്ളോഗിനും പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അധികം ടൈം ടേബിളും കാര്യങ്ങളും ഒക്കെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ എൻ്റെ വാട്സപ്പ് ചാനലുണ്ട്. വാട്സപ്പ് ചാനൽ ആക്റ്റീവ് കാണിച്ചത് നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ വാട്സപ്പ് ചാനൽ. ഈ ഒരു വാട്സപ്പ് ചാനൽ ഏകദേശം 45 ഫോളോവേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. കറൻ്റ്ലി ഇപ്പോൾ 45 ഫോളോവേഴ്സ് ഉണ്ട്. അതിൽ ഞാൻ ഇപ്പോൾ കെമിസ്ട്രി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇന്നലെ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ മീഡിയം 13 ആൾക്കാരാണ് മീഡിയം ചൂസ് ചെയ്തിട്ടുള്ളത്, 4 ആൾക്കാർ ഈസി ചൂസ് ചെയ്തിട്ടുണ്ട്, ഒരാളങ്ങാനാണ് ഹാർഡ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹാർഡ് ആവാൻ അത്ര ചാൻസ് ഇല്ല, അപ്പം കുറച്ച് ടഫായിട്ടുണ്ടാവും, സാറില്ല. അപ്പോൾ ഇനിയുള്ള എക്സാം എന്തായാലും നോക്കിക്കോ. ഇനി സോഷ്യലാണ് 80 മാർക്കിൻ്റെ വരുന്നുണ്ട്, നമ്മളെ ഇംഗ്ലീഷ് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് എടുത്താൽ പുതിയ എടുക്കാം. SSLC ഓണം എക്സാം 2026 നിങ്ങളോട് ചോദിച്ചിരിക്കും അരോമാറ്റിക് ഹൈഡ്രോ